സ്ലോൺ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സംഖ്യാപുസ്തകം 23 അധ്യായം അത് 7 വാക്യത്തിന്റെ അവസാന വാക്യമാണ്. ചെന്ന് യാക്കോബിനെ ശപിക്കുക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. അതിനു മുമ്പേ കിടക്കുന്നത്, അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്, ബാലക് എന്നെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ പർവ്വതങ്ങളിൽ നിന്നും വരുത്തി. എന്താണ് പറയാ, ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരെ പ്രാകുന്ന, ശപിക്കുന്ന, അതായത് ഇപ്പം എനിക്ക് ഒരു വ്യക്തിയെ കാണിച്ചു തരുന്നുണ്ട് കർത്താവ്. ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയെ, ഒരു ലേഡിയെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഇവര് അവരുടെ വീടിന്റെ ചുറ്റും ഈ വേലി കെട്ടിയിട്ടുണ്ട്. എന്താണ്, ഈ കമ്പ് കൊണ്ട്, വടി കൊണ്ട് വേലി കെട്ടിയിട്ടുണ്ട്. ഈ വേലിക്കൽ നിന്നിട്ട് അയൽവക്കത്തുള്ള എന്താണ് പറയുക, കുടുംബത്തെ നിരന്തരം പ്രാകുകയാണ്, ശപിക്കുകയാണ്. ഇങ്ങനെ ഒരു പിക്ചർ കർത്താവിനേക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ആ വ്യക്തിയെ കാണിച്ചു തരുന്നുണ്ടെങ്കിലും അവരിലുള്ള പിശാചിനെയും കൂടി കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ആമേൻ. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, പിശാച് അസൂയാലുവാണ്. അവനാരും നന്നാവുന്നത് ഇഷ്ടമല്ല. അസൂയാലുക്കൾക്ക് ആരും നന്നായി ജീവിക്കുന്നത് ഇഷ്ടമല്ല. എപ്പോഴും മറ്റുള്ളവർ തകരണം എന്ന വാശിയും എന്നൊരു വിചാരവും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെ തകർച്ച കാണാൻ പലതും ചെയ്യും, പലതും പറയും. ആമേൻ. അതിനുവേണ്ടി അവർ എന്തും പ്രവർത്തിക്കാനും മടിക്കത്തില്ല. പക്ഷേ ദൈവം അതൊരിക്കലും അനുവദിക്കുകയില്ല. നേരത്തെ പറഞ്ഞു, അസൂയാലുവായ പിശാച് അസൂയ ഉള്ള മനുഷ്യനെയാണ് അതിനായി തിരഞ്ഞെടുക്കുക. അപ്പൊ ഈ വ്യക്തിക്ക് ആ കുടുംബം നന്നായി ജീവിക്കുന്ന കണ്ടപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ഇവരെന്നെ എല്ലാം ചെയ്തിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അവര് മേലോട്ടാണ് പോകുന്നത്. അതെങ്ങനെയാ? മറ്റുള്ളവർ തകർന്ന് കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നാം നശിച്ചു പോവുകയും അവർ നന്നാവുകയും ചെയ്യും. ആമേൻ. അത് ദൈവത്തിന്റെ ഒരു കൃപയാണ്. ഒരിക്കലും അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അവരെ ഇങ്ങനെ പ്രാകുകയാണ്. അവർക്ക് അതുകൊണ്ടൊരു ദോഷം വരുന്നില്ലെങ്കിലും ഇവരുടെ ഈ പ്രാക്കും, നിരന്തരമുള്ള ഇങ്ങനെ വല്ലവന്റെ വീടിനകത്തേക്ക് നോക്കിയുള്ള ഈ പ്രാക്കും ശാപവും ഇതൊരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഈ പൈശാചികമായ ഒരു ബന്ധനത്തെ അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ കർത്താവ് ഇപ്പോൾ തന്നെ മാറ്റി ആ കുടുംബത്തെ വിടുവിച്ച് അനുഗ്രഹിക്കുന്നു. ചെങ്ങന്നൂർ എന്ന പേരുള്ള ഒരു സ്ഥലമാണ് കർത്താവിനെ കാണിച്ചിരുന്നത്. ആ വീട്ടിലെ ആ ഗൃഹനാഥയുടെ പേര് രമണി എന്നാണ് കർത്താവ് കാണിച്ചിരുന്നത്. രമണി എന്നാണ് കർത്താവ് കാണിച്ചിരുന്നത്. അവർക്ക് വേറൊരു പേരും കൂടിയുണ്ട്, തങ്കമ്മ എന്നൊരു പേരും കൂടി കർത്താവ് കാണിച്ചിരുന്നുണ്ട്. ഈ പ്രാകുന്ന സ്ത്രീയുടെ പേരല്ല ഞാൻ പറഞ്ഞത്, പ്രാക്ക് കേൾക്കുന്ന വ്യക്തിയുടെ പേരാണ് കർത്താവ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ആമേൻ. അതിനാൽ നമ്മൾ ആരെയും പ്രാകാനോ ശപിക്കാനോ പാടില്ല. മറ്റുള്ളവരെ പ്രാകുകയും ശപിക്കുകയും ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോകത്തുമില്ല. ഈ ഭൂമിയിൽ അവന് സ്വസ്ഥതയോടെ ജീവിക്കാനും സാധിക്കുകയില്ല. ഇത് കർത്താവിൻ്റെ ഒരു നിയമമാണ്. നമ്മളൊക്കെ വിചാരിക്കും ക്രിസ്ത്യാനികളെ മാത്രമേ കർത്താവ് കരുതുകയുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല. ലോകത്തിലെ സകല സൃഷ്ടികളും കർത്താവിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ആരും നിലവിളിച്ചാലും തമ്പുരാൻ കേൾക്കും. മനസ്സിലായോ? ആമേൻ. അവർക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം കൊടുത്തിട്ട് അവർ മാനസാന്തരത്തെ എത്തിപ്പിടിച്ചില്ലെങ്കിൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ പറഞ്ഞാന്ന് കർത്താവ് അടിക്കും. പിന്നെ അവിടെ കിടന്ന് കയ്യോ പൊയ്യോ എന്ന് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. എന്തിനാ വെറുതെ അപ്പൻ്റെ കയ്യിരിക്കുന്ന അടിയൊക്കെ കൊള്ളാൻ പോകുന്നത്? അപ്പനെ കൊണ്ട് വഴിയെടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കർത്താവിനെ കൊണ്ട് വഴിയെടുപ്പിക്കാതിരിക്കണം നല്ലത്. കാരണം അവൻ വടിയെടുത്താൽ നമുക്ക് ഓടി ഒളിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ആമേൻ. മനുഷ്യന്റെ കണ്ണിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാം. ഓരോരുത്തർ തെറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും പോയി ഒളിച്ചു താമസിക്കുന്നുണ്ട്. പോലീസുകാരെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് എത്രയോ കൊല്ലമാണ് അവരൊക്കെ ഒളിച്ചു താമസിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ കണ്ണിൽ നിന്നും ലോകത്തിലെ ഒരു സൃഷ്ടിക്കും ഒരിടത്തും മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. കാരണം ഈ ലോകത്തിലെ സകലതും കർത്താവിന്റെ കൺമുമ്പിൽ തെളിവായിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് കർത്താവിന്റെ കണ്ണിൽ ആർക്കും മറഞ്ഞിരിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം തെറ്റ് ചെയ്യുന്നവൻ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആമേൻ. അതിനാൽ ആരെയും പ്രാകരുത്, ശപിക്കരുത്. ആമേൻ. ഇനി ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഫേസ്ബുക്ക് റീൽസിൽ
എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്ന ബോഡി മോയ്സ്ചറൈസിങ് ക്രീം സ്പ്രേ ഒക്കെ ഞാൻ എടുത്ത് കാണിച്ചു. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു, എന്താ ദൈവം അങ്ങ് തന്നല്ലോ എന്ന്. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞവരൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഇടുന്ന ഡ്രസ്സ് വരെയും, എൻ്റെ ഡ്രസ്സ്, എൻ്റെ ബോഡി ക്രീമുകൾ, ഞാനിടുന്ന ബോഡി സ്പ്രേ, എൻ്റെ മേക്കപ്പ് സെറ്റ്, മേക്കപ്പ് സാധനങ്ങൾ, ഇതെല്ലാം എൻ്റെ അലമാര നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെ എൻ്റെ അലമാരയ്ക്ക് അതുണ്ട്. ഇതെല്ലാം എനിക്ക് ഗിഫ്റ്റായി കിട്ടുന്നതാണ്. ഒന്നുപോലും ഞാൻ പൈസ കൊടുത്ത് മേടിക്കത്തില്ല. ആമേൻ. ഏലിയാവിനെ കാക്കയാൽ പോറ്റിയ ദൈവത്തിന് എന്നെ പോറ്റാനാണോ പ്രയാസം? ആമേൻ. എന്നാൽ എനിക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന ശമ്പളം വെറും 2000 രൂപയാണ്. എന്നാലോ അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ അതും കിട്ടാറുണ്ട്. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ കണ്ട് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുമെന്നാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.